വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ബി.എഡിന് പഠിക്കുന്നവർക്കും സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കും കേറ്റഡ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും സീറ്റഡ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഉപകാരപ്പെടുന്ന ചാനലാണിത്. സോ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദ വെസ്റ്റിലെ ഐഡിയലിസമാണ്. ഐഡിയലിസം എന്ന് പറയുന്നത് റിയാലിറ്റി ആൻഡ് സെൽഫ് റിയലൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഒന്നാണ്. ദാറ്റ് ഈസ് ദൈവത്തിലുള്ള വിശ്വാസം, സ്പിരിച്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് ഐഡിയലിസം. ഈ ഐഡിയലിസം എന്ന് പറയുന്നത് ബോത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റിൽ പ്രചരിച്ച അല്ലെങ്കിൽ നടപ്പാക്കിയ ഒന്നായിരുന്നു. ഇതിൻ്റെ എക്സ്പോണൻസ് എന്ന് പറയുന്നവർ ഒറബിന്ദോ, സ്വാമി വിവേകാനന്ദ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് എന്നിവരായിരുന്നു. ഇനി നമ്മൾ ഫാദർ ഓഫ് ഐഡിയലിസം എന്ന് വിളിക്കാൻ പറ്റുന്നത് പ്ലേറ്റോ. ഒരു ഓർക്കാൻ വേണ്ടി ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഐഡിയൽ പ്ലേറ്റോ. അപ്പോൾ ഫാദർ ഓഫ് ഐഡിയൽസ് എന്ന് വിളിക്കുന്നത് പ്ലേറ്റോ. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നേരത്തെ പറയുകയാണ്. അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് മൈൻഡാണ്. അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് മൈൻഡ്, സിമിലർ ടു ഹിന്ദു കൺസെപ്റ്റ് ഓഫ് മായ. സ്പിരിച്വൽ എവല്യൂഷൻ, വാല്യൂസ് ആർ പ്രീ ഡിറ്റർമിൻഡ്. അതായത് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലൊരു മാറ്റം വരുത്താൻ ഐഡിയലിസം ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടമല്ല. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയുന്ന കണക്ക് ഇവിടെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തത് ടീച്ചർക്കായിരുന്നു, സ്റ്റുഡൻറ്റിനല്ല. ദാറ്റ് ഈസ് ടീച്ചർ ആൻഡ് കരിക്കുലം അതിലായിരുന്നു എഡ്യൂക്കേഷൻ സെൻറ്ററായിട്ട് വെച്ചുകൊണ്ടിരുന്നത്. ടീച്ചർ ആൻഡ് കരിക്കുലം ആർ ദ സെൻറ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ സ്പിരിച്വലിസം ആൻഡ് എത്തിക്സ്, mental capabilities, book learning, individual and society are valued, specific ideology. ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നത്. ഇനി എയിംസ്, സെൽഫ് റിയലൈസേഷൻ, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, ഹോളി ലൈഫ്, റിയലൈസേഷൻ ഓഫ് ട്രൂത്ത്, ബ്യൂട്ടി ആൻഡ് ഗുഡ്നെസ്. കുട്ടി ജനിച്ചാൽ പിന്നെ സ്പിരിച്വൽ പാതയിൽ പോകണം, അതായത് കുട്ടി സ്പിരിച്വൽ പാതയിൽ പോകണമെന്നാണ് ഐഡിയലിസത്തിൻ്റെ എയിംസിലൊന്നായിട്ട് പറയുന്നത്. ഇനി കരിക്കുലത്തിൽ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും പഠിപ്പിച്ചിരുന്നു. ദാറ്റ് ഈസ് ഐഡിയൽസ് ആൻഡ് എക്സ്റ്റേണൽ വാല്യൂസ്, ഹ്യൂമനിസ്റ്റിക് സബ്ജക്ട്സ്, അതായത് മാനവികമായിട്ടുള്ള വിഷയങ്ങൾ, ഓൾ സബ്ജക്ട്സ്, എയിംസ് ടു ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, സ്പിരിച്വൽ ലെവൽ, അതായത് ഓവറോൾ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ ആസ്പദമാക്കിയുള്ള കരിക്കുലമാണ് ഐഡിയലിസത്തിൽ ഉണ്ടായിരുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഒരു പ്രത്യേകതരമായിട്ടുള്ള മെത്തേഡ്സ് ഒന്നുമല്ല, പലവിധ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു ടീച്ചിങ് നടത്തിക്കൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് നോ സ്പെസിഫിക് ആൻഡ് ഡിഫൈനൈറ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, ബട്ട് there are many methods like question and answer, conversation, dialogue, discussion, lecture, argumentation, interaction, intersection, book study, etc. ഇത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ഫ്രീഡം ആയിരുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഐഡിയലിസത്തിൽ പറയാനുള്ളത്, ഇത് ടീച്ചർ എന്ന് പറയുന്ന ഒരു ഗാർഡനറാണ്, ഒരു തോട്ടക്കാരനാണ്. സെയിം ടൈം ദി ടീച്ചർ ഈസ് എ സ്പിരിച്വൽ ഫാദർ ഓഫ് ദ ചൈൽഡ് ആസ് വെൽ ആസ് എ ഗാർഡനർ. ദെൻ സ്കൂൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോയി പഠിക്കേണ്ട ഒരു രീതി, ദാറ്റ് ഈസ് റെഗുലർ ആൻഡ് എഫക്റ്റീവ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ, പോയി പഠിക്കണം. ദെൻ പ്ലീസിങ് ആൻഡ് ജോയ്ഫുൾ ആക്ടിവിറ്റീസ്, പിള്ളേർക്ക് ബേർഡൻ ഒന്നും അല്ല, ഫ്രീ ആയിട്ടും പ്ലഷർ എൻജോയ് ചെയ്തിട്ടും ആ ബേർഡൻസ് ഒന്നുമില്ലാതെ പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഐഡിയലിസത്തിൽ പറഞ്ഞു വെച്ചിരുന്നത്. ഐഡിയലിസം, സെൽഫ് റിയലൈസേഷൻ, റിയാലിറ്റി, ഫാദർ എന്ന് പറയുന്നത് പ്ലേറ്റോ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റും അൾട്ടിമേറ്റ് റിയാലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദെൻ സ്ട്രിക്റ്റ് ഫ്രീഡം ആയിരുന്നു, എല്ലാ സബ്ജക്ട്സും പഠിപ്പിച്ചിരുന്നു. മേജർലി സെൽഫ് റിയലൈസേഷൻ ആൻഡ് റിയാലിറ്റി ആയിരുന്നു ഐഡിയലിസത്തിൽ പറഞ്ഞത്. ദെൻ സ്കൂളിൽ പോയി പഠിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഐഡിയലിസത്തിലുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ മേജർ ഫിലോസഫി സിസ്റ്റംസിൻ്റെ വെസ്റ്റിലെ റിയാലിസത്തിനെ കുറിച്ചാണ്.